ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. വറുത്തരച്ച മീൻകറി. സാധാരണ നമ്മൾ കുടംപുളി ഇട്ടുള്ള മീൻകറിയാണ്. ഞാൻ പത്തനംതിട്ടയായിരുന്ന സമയത്തും ഇവിടെ കോട്ടയത്ത് വന്നപ്പോഴും അതിൽ നിന്നൊരു മാറ്റമില്ലായിരുന്നു. പിന്നെ വളരെ കുറച്ചൊക്കെ ഉള്ളൂ ചെറിയ മീനൊക്കെ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുന്നത്. പക്ഷെ വറുത്തരച്ച മീൻകറി ഇതെൻ്റെ ഒരു ഫസ്റ്റ് കസിൻ ബ്രദറിൻ്റെ വൈഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അവർ കുറച്ച് ആലപ്പുഴ സൈഡിലോട്ടൊക്കെയുള്ള ആളായത് കാരണം അവിടുത്തെ ഒരു റെസിപ്പിയാണ്. അപ്പം ചേച്ചി വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്, അവരുടെ വീട്ടിൽ തയ്യാറാക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഈ മടുക്കുമല്ലോ, എപ്പോഴും മീൻകറി തന്നെ വെറൈറ്റി തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. അപ്പം വറുത്തരച്ച മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ചേഞ്ച് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നത് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ കേരയുടെ പീസ് എടുത്തിട്ടുണ്ട്. വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ദശക്കട്ടിയുള്ള മീനോ അല്ലെങ്കിൽ അയലയൊക്കെ വെച്ച് നമുക്ക് ഇത് തയ്യാറാക്കാം. ഇനി ആവശ്യമുള്ളത് കുറച്ച് വാളംപുളിയാണ്. അതൊരു നെല്ലിക്ക വലിപ്പം എടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് കുതിരാൻ വെക്കാം. പിന്നെ അതോട് ആവശ്യം തന്നെ നമുക്ക് ആദ്യമേ തയ്യാറാക്കി വെക്കാനുള്ളത് തേങ്ങ വറുത്ത് വെക്കണം. അതിനുവേണ്ടി ഞാനൊരു അരമുറി തേങ്ങയും ഒരു 2 ചെറിയ ഉള്ളിയും ഇച്ചിരി കുറച്ചൊരു 3-4 ഇതള് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചൊരു പാൻ വെച്ചിട്ട് ഈ തേങ്ങ നന്നായിട്ട് ചുമക്കനെ നമുക്ക് വറുത്തെടുക്കണം. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ വറുത്തരയ്ക്കാനെ കൊണ്ടൊക്കെ തേങ്ങ വറുത്തെടുക്കുന്നതിൻ്റെ തൊട്ട് നന്നായിട്ടിത് വറുത്തെടുക്കണം. അപ്പോൾ ഈ തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റി ചെറുതായിട്ടൊന്ന് കളറ് മാറാനെ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവായുടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻകറി തയ്യാറാക്കുന്ന സമയത്തൊന്ന് തിളച്ചതിന് ശേഷം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർക്കുന്നതുകൊണ്ടാണ് ഇപ്പം ചേർക്കാത്തത്. മുഴുവനുള്ള ഉലുവയാണെങ്കിൽ ഇതിനകത്തിലൊരു 1/2 ടീസ്പൂൺ ഇട്ട് ഈ മുളക് പൊടിയുടെ എല്ലാം പച്ചകുത്തൽ മാറുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം തയ്യാറായിട്ടുണ്ട്. ഇതിന് ഇതിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ തണുത്തതിന് ശേഷം ഞാനത് മിക്സിക്കകത്തിട്ട് അധികം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഞാനൊന്ന് ഉള്ളി മൂപ്പിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് കടുവൊന്നും ചേർക്കുന്നില്ല. അപ്പം ഞാൻ കടുവ് വേണമെങ്കിൽ താളിക്കാം. ഞാനിപ്പം കടുവ് ഇടുന്നില്ല. ഇതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് ചെറുതായതുകൊണ്ട് അതും കീറിയിട്ട്, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒത്തിരി കൂടിപ്പോകണ്ട, എല്ലാം കുറച്ച് ഒരു 6 ചെറിയ ഉള്ളി അല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ലാസ്റ്റിൽ വേണമെങ്കിൽ ഉപ്പ് ഇനിയും കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്തേക്ക് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇതിപ്പോൾ ഉള്ളി നന്നായിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിയുടെ വെള്ളവും ആ പുളിയുടെ അതൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത്, നമുക്ക് ഈ മീൻകറി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടാറി കഴിയുമ്പോഴത്തേനും കുറച്ചൊന്ന് കുറുകും. നമുക്ക് എത്രയാണോ അരപ്പ് ആവശ്യമുള്ള അതിനനുസരിച്ചുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. അതിന് ശേഷം പുളിവെള്ളം കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിൽ കഴുകിയ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ നന്നായിട്ട് ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക, ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ആ തിളച്ചതിനകത്തിലേക്കാണ് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇതിലേക്ക് ഇതിപ്പം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ആ തവി അങ്ങ് മാറ്റിയിട്ട് അതൊന്ന് ഇളക്കി കൈവച്ച് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീനിട്ട് നന്നായിട്ടൊരു ചെറുതീയിൽ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ കഷ്ണം മീനാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെയാണ് ഞാൻ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കുക. ഇനി സ്പൂൺ ഇട്ട് ഇതിനകത്തിൽ ഇളക്കത്തില്ല, മീൻ കഷ്ണം പൊടിഞ്ഞു പോകാനെ കൊണ്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനിയും ഈ പുളിയും ഉപ്പും എല്ലാം നോക്കിയതിന് ശേഷം പിന്നാണെങ്കിൽ തക്കാളി ഞാനൊരു ചെറിയ തക്കാളിയാണ് ചേർത്ത്. വലുതാണെങ്കിൽ ഒരു അരമുറി കാൽമുറിയൊക്കെ ചേർത്താൽ മതി. ആ തക്കാളിയുടെ ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തു. ഇപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തിൽ ഒന്ന് ഉള്ളി മൂപ്പിച്ചൊഴിക്കണം. ഉള്ളി മൂപ്പിച്ചൊഴിക്കുമ്പോൾ ഞാനിതിൽ കടുക് ചേർക്കുന്നില്ല. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഉള്ളിയും കൂടാണ് ഒന്ന് മൂപ്പിച്ചിടുന്നത്. ഇതിലേക്ക് കടുക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയോട് ചേർത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാനെ കൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മീൻ കറിയാണ് വറുത്തരച്ച കറി. നല്ല ടേസ്റ്റായിട്ടുള്ള മീൻ കറി തന്നെയാണ്. ഇതിനു വേണ്ടി നമുക്ക് ഏത് മീനും ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ മീനോ അല്ലെങ്കിൽ കഷ്ണം മീനോ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.